അമിതഭാരം ഇന്ന് പലരെയും അലട്ടുന്ന ഒരു പ്രധാന പ്രശ്നമാണ്. അതുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ വേറെയും. ഈ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതിനായി ആര്യവൈദ്യ വിലാസിനി വൈദ്യശാല ആയുർ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ റീജ മനോജ് നമ്മോടൊപ്പം ചേരുന്നു. ഡോക്ടർ നമസ്കാരം. അമിതഭാരം, പൊണ്ണത്തടി ഇതിന്ന് കൂടിക്കൂടി വരികയാണ്. എന്താണ് ഈ പൊണ്ണത്തടി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? പൊണ്ണത്തടി അഥവാ അമിതവണ്ണം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും പല ക്രമാതീതമായി കൊഴുപ്പ് അടിഞ്ഞുകൂടി അത് ശരീരത്തിൻ്റെ ഭാരം വർദ്ധിപ്പിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്ന ഒരവസ്ഥയാണ് അമിതവണ്ണം അഥവാ ഒബേസിറ്റി എന്ന് പറയുന്നത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഒരു കണക്ക് പ്രകാരം ലോകത്ത് മരണത്തിന് കാരണമാകുന്ന 5ാമത്തേതായിട്ട് പറയുന്നത് ഒബേസിറ്റിയാണ്. ഒരു നഗരവൽകൃത പ്രദേശമാണെങ്കിൽ അതിലൊരു 40% സ്ത്രീകളും 25% പുരുഷന്മാരും ഈ ഒരു പൊണ്ണത്തടി കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് എന്നാണ് കണക്കുള്ളത്. ഇതിൻ്റെ കാരണം എന്ന് പറയുമ്പോൾ ഒരു കാലറി ഇൻടേക്കും ഔട്ട്പുട്ടുമാണ്. ഒരു 2000 കാലറി ഊർജം നൽകുന്നതിന് ഉതകുന്ന ഭക്ഷണം ഉള്ളിലേക്ക് പോയി, പക്ഷേ ഒരു 1000 കാലറിയുടെ ഊർജം മാത്രമേ അത് വിനിയോഗിച്ചുള്ളൂ. അപ്പം ബാക്കി 1000 കാലറി എവിടെയെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യും. ഇത് തന്നെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം. പിന്നെ ആയുർവേദത്തിൽ പറയുന്നുണ്ട് ആഹാരാത്മകം, വിഹാരാത്മകം, ജനിതകം ഇതൊക്കെ പറയുന്നുണ്ട്. അത് ഹെറിഡിറ്ററി ആയിട്ട് നമ്മൾ പറയാറുണ്ട്. പാരമ്പര്യമായിട്ട് ഞങ്ങൾ തടിയുള്ള കുടുംബക്കാരാണ് വലിയ കാര്യത്തിൽ പറയാറുണ്ട്. പക്ഷേ നമുക്കത് മാറ്റാൻ പറ്റും. ആ ഒരു ഹെറിഡിറ്ററി ഉണ്ടെങ്കിൽ കുറച്ച് നമ്മൾ തുടക്കം മുതൽ തന്നെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ആ ഹെറിഡിറ്ററി സ്വഭാവത്തെ നമുക്കൊരു വിധം വരെ പിടിച്ചു നിർത്താൻ പറ്റും. പിന്നെ ഒരു അച്ഛനും മമ്മിയും പാരമ്പര്യമായിട്ട് തടിയുള്ള ആളാണെങ്കിൽ കുട്ടിക്ക് 3 മടങ്ങ് ചാൻസ് കൂടുതലാണ് ഒബേസിറ്റി ആവാൻ. ഇനി അച്ഛനും അമ്മക്കും രണ്ടാൾക്കും ഉണ്ട് ഒബേസിറ്റി എങ്കിൽ കുട്ടിക്ക് ഒരു 10 മടങ്ങ് ചാൻസ് കൂടുതലാണ് ഒബേസ് ആവാൻ. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യമേ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു കുട്ടികളിലെ നല്ലൊരു ജീവിതശൈലി ചെറുപ്പത്തിലെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ആ ഒരു ഘടകത്തെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റും. പിന്നെ പറയുന്നത് ആഹാരാത്മകം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റി ഓഫ് ഫുഡ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിതശൈലി നമ്മുടെ ഭക്ഷണശീലങ്ങളൊക്കെ വളരെ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആയുർവേദത്തിൽ പറയുന്നുണ്ട് രാവിലത്തെ ഭക്ഷണം രാജാവിനെ പോലെ, ഉച്ചക്ക് സാധാരണ, രാത്രി ഭിക്ഷു. പക്ഷെ ഇപ്പം അത് നേരെ തിരിച്ചാണ്. രാവിലെ ഭക്ഷണം കഴിക്കാതെ കുട്ടികൾ സ്കൂളിൽ പോകും. ഇവിടെ ഭക്ഷണ സമയം ആരംഭിക്കുന്നത് വൈകുന്നേരങ്ങളിലാണ്. വൈകുന്നേരങ്ങളിൽ തട്ടുകടകളും ഹോട്ടലുകളൊക്കെ സജീവമായി രാത്രി 12, 1 മണി, 2 മണി, 3 മണി വരെയൊക്കെ ഹോട്ടലുകളിൽ പോയാൽ നല്ല തിരക്കാണ്. നമ്മൾ പറയും നേരത്തെ ഭക്ഷണം കഴിച്ച് ഡിന്നർ ബിഫോർ 8 ആയിരിക്കണം, ഉറങ്ങുന്നതിന് മുന്നേ നമ്മൾ കഴിച്ച ഭക്ഷണം ദഹിച്ചിട്ടുണ്ടായിരിക്കണം. പക്ഷേ ഇങ്ങനെ സമയത്ത് ഉറക്കമില്ല, ഭക്ഷണമില്ല, ബ്രെയിനിന് വിശ്രമം കിട്ടേണ്ട സമയത്ത് നമ്മൾ ഉറങ്ങാതിരിക്കുകയാണ് എന്ന് വെച്ചാൽ ആകെ ഒരു തരികിടയാണ് കാര്യങ്ങൾ പോണത്. അപ്പം ഇത്തരം ഒരു സാഹചര്യത്തിൽ എന്തായാലും ഒബേസിറ്റി പോലുള്ള അസുഖങ്ങൾ ഉണ്ടാകാൻ വളരെയധികം ചാൻസ് കൂടുതലാണ്. സമയം തെറ്റിയുള്ള ഭക്ഷണം, പിന്നെ ഹോട്ടലിൽ നിന്നൊക്കെ നമ്മളെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി നല്ല ഓയിൽ, നമ്മളെ മനസ്സിനെ തൃപ്തിപ്പെടുത്തുന്ന നല്ല ഓയിൽ റിച്ച് ആയിട്ടുള്ള മധുരങ്ങളുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിത്തരും. നമ്മളതിൽ പ്രീതിപ്പെടും. പക്ഷേ നമ്മുടെ ശരീരത്തെയാണ് നശിപ്പിക്കുന്നത്, നമ്മളത് ചിന്തിക്കുന്നില്ല. പിന്നെ വിഹാരാത്മകമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ ശീലങ്ങൾ തന്നെയാണ്. പകലുറങ്ങുക, രാത്രി എഴുതിയിരിക്കുക, രാത്രി ഫുൾ ഫോണിൽ കളിക്കുക, പിന്നെ വ്യായാമം എന്ന് പറഞ്ഞത് ഇല്ല. സെഡൻഡറി ആയിട്ടുള്ള എന്ത് ജോലി എത്ര എളുപ്പത്തിൽ എങ്ങനെ ശരീരം അനങ്ങാതെ എന്ത് ചെയ്യാം ആ രീതിയിലാണ് ഇന്നത്തെ നമ്മുടെ ജോലികളൊക്കെ. അത്തരത്തിൽ വ്യായാമമില്ലായ്മ, ഉറക്ക തകരാറുകൾ, പിന്നെ മാനസിക സംഘർഷം ഇതൊക്കെ പൊണ്ണത്തടിക്ക് കാരണമാണ്. പിന്നെ ഹോർമോൺ സംബന്ധമായിട്ടുള്ള വ്യതിയാനങ്ങൾ, തൈറോയിഡ് പ്രശ്നങ്ങൾ, പിന്നെ ചില മരുന്നുകളുടെ റിയാക്ഷൻ്റെ ഫലമായിട്ടൊക്കെ പൊണ്ണത്തടി കണ്ടുവരാറുണ്ട്. അപ്പോൾ ഒരാൾ അമിത വണ്ണമുള്ള ആളാണ് അല്ലെങ്കിൽ അമിത ഭാരമുള്ള ആളാണ്, അതെങ്ങനെ നമ്മൾ തിരിച്ചറിയാം? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു ആസ് എ ഡോക്ടർ നമുക്കൊരു പേഷ്യൻ്റ് വരുമ്പോൾ അവരെ ഇങ്ങനെ ഒന്ന് ഒബ്സർവ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കും. ഒരു കുടവയറൊക്കെ ഉണ്ടെങ്കിൽ സപ്പോസ് എന്തൊക്കെയോ അസുഖങ്ങൾ വരാനുള്ള ഒരു ചാൻസസ് ഒക്കെ കാണുന്നുണ്ട്. ഇപ്പോഴത്തെ ന്യൂജൻ കുട്ടികളൊക്കെ പറയാറുണ്ട് എൻ്റെ ശരീരം എൻ്റെ അവകാശം, അതെങ്ങനെയാണെങ്കിലും ഞാൻ ശ്രദ്ധിച്ചോളാം, അത് തടിക്കുന്നത് എനിക്ക് പ്രശ്നമില്ല, ബോഡി ഷേമിങ് പാടില്ല എന്നുള്ളതൊക്കെ ഒരു ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ്. ബട്ട്
ഒരു ആസ് എ ഡോക്ടർ ഞാൻ പറയാം, ഒരു ഒരു കുട്ടി ഒരു അമിതവണ്ണം ഉണ്ടെങ്കിൽ അത് പല അസുഖങ്ങളിലേക്കും അതിനെ നയിക്കുകയാണെങ്കിൽ നമ്മളൊരു എന്തായാലും അതിൻ്റെ ഒരു പ്രോട്ടോക്കോൾ പറഞ്ഞു കൊടുക്കുക തന്നെ വേണം. അതിനെ അവരെ മനസ്സിലാക്കാനുള്ള ഒരു ഇതാണ് ബോഡി മാസ് ഇൻഡെക്സ്. ബോഡി ഒരു BMI, ബോഡി മാസ് ഇൻഡെക്സ്, അതാണ് മെഷർ ചെയ്യാനുള്ള ഒരു മാർഗ്ഗമാണ് നമ്മുടെ ഒബീസ് ആണോ എന്നറിയാനുള്ളത്. അത് നമ്മുടെ വെയിറ്റ് ഇൻ കിലോഗ്രാം ഡിവൈഡഡ് ബൈ നമ്മുടെ ഹൈറ്റ് ഇൻ സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇപ്പം ഒരു 50 kg ആണെങ്കിൽ 50 kg ഡിവൈഡഡ് ബൈ ഒരു 150 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 150 × 150. ആ ഒരു വാല്യൂ എന്താ കിട്ടുന്നത്, അതാണ് ബോഡി മാസ് ഇൻഡെക്സ് പറയുന്നത്. അപ്പോൾ അതൊരു 18 to 25 ആണെങ്കിൽ നമുക്ക് പറയാം ഓക്കെ, വിത്തിൻ ലിമിറ്റാണ്. അത് 25 to 30 ആകുമ്പോൾ നമ്മൾ പറയും അമിത ഭാരമുണ്ട്. ഇനി 30 to 35 ആണെങ്കിൽ നമ്മൾ പറയും അമിത വണ്ണമുണ്ട്, ഒബീസാണ് കുട്ടി, ഒബീസാണ്, ഒരു ഗ്രേഡ് 1 ഒബിസിറ്റി ആണത്. ഇനി 35 to 40 ആണെങ്കിൽ ഗ്രേഡ് 2 ഒബിസിറ്റിയാണ്. ഇനി എബോവ് 40 ആണ് ഈ ബോഡി മാസ് ഇൻഡെക്സ് എങ്കിൽ അത് നല്ല ഒബീസാണ്. എന്തായാലും പെട്ടെന്ന് എന്തായാലും ഒബീസ് ആകുമ്പോൾ തന്നെ നമ്മളൊരു കെയർ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ആ ഒരു വെൻ ടു സ്റ്റാർട്ട് എ ട്രീറ്റ്മെൻറ്റ് ഓർ എങ്ങനെയാണ് എപ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു മെഷറിങ് പോയിൻ്റാണിത്. സിമ്പിളായിട്ട് വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഹൈറ്റിൽ നമ്മുടെ ഹൈറ്റ് ഒരു 163 ആണെങ്കിൽ അതിൻ്റെ അകത്തൊരു 100 മൈനസ് ചെയ്യാം. 63 മൈനസ് 100 മൈനസ് ചെയ്യുമ്പോൾ 63. അപ്പോൾ 63 പ്ലസ് ഓർ മൈനസ് ഓർ 4 or 5 kg ആയിരിക്കും ഒരു ഐഡിയൽ വെയിറ്റ്. ഒരു 163 സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള ഒരാൾക്ക് 63 ആയിരിക്കും ഒരു ഐഡിയൽ വെയിറ്റ്. അതിന് പ്ലസ് ഓർ മൈനസ് ആ 163 ഹൈറ്റുള്ള ആളാണ് ഒരു 185 കിലോ ആകുമ്പോൾ ആ 163 അയാൾക്ക് വേണ്ടത് എബോവ് 85 വരെയുള്ള ഒരു 10-15 കിലോ അത് ഫാറ്റായിരിക്കും. അതെ, ആ വെയിറ്റ് ആ എക്സസ് ആയിട്ടുള്ള ഒരു 160ൻ്റെ എബോവ് 85 വരെയുള്ള വെയിറ്റ് എക്സസ് ഫാറ്റായിരിക്കും. അത് കുറക്കുക തന്നെ വേണം. അമിതഭാരം ഒരു സൗന്ദര്യ പ്രശ്നം മാത്രമല്ല, അതുകൊണ്ട് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതെന്തൊക്കെയാണ് ഡോക്ടർ? അമിതഭാരം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലോകത്തിൽ മരണത്തിന് കാരണമായേക്കുന്ന 5ാമത്തെ കാരണമായിട്ടാണ് അമിതഭാരത്തെ പറ്റി പറയുന്നത്. അത് അമിതഭാരത്തിൻ്റെ കൂടെ ബോണസായി പല ലൈഫ് സ്റ്റൈൽ ഡിസീസും കിട്ടും. പ്രത്യേകിച്ച് പ്രമേഹം. ഒരു പ്രമേഹമുള്ള 4 to 5 മടങ്ങ് പ്രമേഹത്തിന് സാധ്യതയുള്ള ഒരാൾ ഒരു ഒബേസിറ്റി ആണെങ്കിൽ അദ്ദേഹത്തിന് 4-5 മടങ്ങ് ചാൻസ് കൂടുതലാണ് എത്രയും പെട്ടെന്ന് പ്രമേഹം വരാൻ. ഈ പ്രമേഹം ഇപ്പം നമ്മൾ പാരമ്പര്യമായിട്ട് പ്രമേഹം ഉണ്ടായിരിക്കാം. ആ ഒരു പേഴ്സൺ കൂടുതൽ ഒബീസ് ആണെങ്കിൽ ഒരു 20 to 25 ഏജ് ആകുമ്പോഴേക്കും അവർക്ക് പ്രമേഹം കിട്ടുകയാണെങ്കിൽ അപ് ടു ഒരു 50 ഏജൊക്കെ ആകുമ്പോഴേക്കും അവർക്ക് ഒരുവിധം എല്ലാ അവയവങ്ങളെയും ബാധിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട് പ്രമേഹം. അതുകൊണ്ട് പ്രമേഹത്തിൽ വളരെയധികം ചാൻസാണ് ഒബേസിറ്റി ഉണ്ടാകുന്ന ഒരാൾക്ക്. പിന്നെ രക്താതിസമ്മർദ്ദം. നമ്മുടെ ഹാർട്ട് ഇത്രത്തോളം ശരീരത്തിലേക്ക് പമ്പ് ചെയ്യേണ്ട ഒരു ശക്തി ഹാർട്ടിനുണ്ടാവണം. അതിനനുസരിച്ചിട്ട് രക്തസമ്മർദ്ദം കൂടും. അതിൻ്റെ മെഡിസിൻ കഴിക്കേണ്ടി വരും. പിന്നെ ഹൈപ്പർ കൊളസ്ട്രീമിയ, ഈ അമിതമായിട്ട് വരുന്ന കൊഴുപ്പ് ശരീരത്തിൽ പല സ്ഥലത്തും ഡെപ്പോസിറ്റ് ചെയ്യും. ബാക്കിയുള്ളത് ട്രൈഗ്ലിസറൈഡ് പോലെയുള്ള ചെറിയ കൊഴുപ്പിൻ്റെ ഭാഗങ്ങളൊക്കെ രക്തത്തിൽ അവിടെ ഇവിടെയൊക്കെ പോയി അത് ഡെപ്പോസിറ്റ് ചെയ്യും. നമ്മുടെ രക്തക്കൊഴലുകളൊക്കെ അത് അടിഞ്ഞു കൂടുന്നത് കൊണ്ട് തന്നെ സ്ട്രോക്ക്, ഹാർട്ട് അറ്റാക്ക് പോലുള്ള അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ പറയുന്നതാണ് മൈഗ്രെയിൻ പോലത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. പിന്നെ പെട്ടെന്ന് ഉറക്കത്ത് സ്ലീപ്പ് അപ്നിയ, ഉറക്കത്ത് പെട്ടെന്ന് എഴുന്നേറ്റ് ശ്വാസം കിട്ടാതെ എഴുന്നേൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അത് ഈ ഒബേസ് പീപ്പിളിൽ വളരെ കൂടുതലാണ്. കൂർക്കം വലി, വളരെ നല്ല കൂർക്കം വലിക്കുന്ന ആൾക്കാരായിരിക്കും. എന്ന് വെച്ചാൽ അതൊക്കെ അവർ കിടക്കുമ്പോൾ നമ്മുടെ ഒരു എയർവേസ് ഒക്കെ ഇത് വെച്ച് ബ്ലോക്ക് ആകുന്നത് കൊണ്ടാണ്. ഫാറ്റ് ടിഷ്യൂ ഒക്കെ സോഫ്റ്റ് ടിഷ്യൂ വന്ന് ബ്ലോക്ക് ആകുന്നത് കൊണ്ടാണ് ഈ കൂർക്കം വലിയും പെട്ടെന്നുണ്ടാകുന്ന ഈ സ്ലീപ്പ് അപ്നിയ, ഉറക്കത്തിൽ ഞെട്ടി എണീക്കുന്നതൊക്കെ. ഇത്തരം ആൾക്കാർക്കൊക്കെ അവരുടെ ഉറക്കം ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആകുന്നത് കൊണ്ട് തന്നെ പിറ്റേന്ന് ജോലിക്ക് പോയ ഉറക്കം തൂങ്ങാം, ഡ്രൈവ് ചെയ്യുമ്പോൾ ഉറക്കം തൂങ്ങാം, അത് വേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. പിന്നെ മറ്റ് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ, പിന്നെ തൈറോയ്ഡ് ഇഷ്യൂസ്. ഇതൊക്കെ തൈറോയ്ഡ് ഇഷ്യൂ കൊണ്ട് ചില ആൾക്കാർ പറയാറുണ്ട് എനിക്ക് വെയിറ്റ് കൂടി, ഞാൻ തൈറോയ്ഡ് വെച്ചുകൊണ്ടാണ്. പക്ഷേ തൈറോയ്ഡ് കൊണ്ട് ഒരു വെയിറ്റ് കൂടുന്ന ഒരു 5 to 6 kg വരെ കൂടുള്ളൂ. പക്ഷേ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റഡ് ആയിട്ട് തൈറോയ്ഡിൻ്റെ പ്രശ്നമായിട്ടും വെയിറ്റ് കൂടാറുണ്ട്. പിന്നെ വളരെ നമ്മുടെ ഒരു 10 to 15 പെൺകുട്ടികളിലും കാണുന്ന ഒരു കണ്ടീഷനാണ് പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം എന്നുള്ളത്. ഇത്
വല്ലാതെ ഒരു പിന്നെ ഭാവി ജീവിതത്തിൽ ഇൻഫെർട്ടിലിറ്റി പോലത്തെ അസുഖങ്ങൾക്കും മറ്റ് പല ഗർഭാശയ സംബന്ധമായ അസുഖങ്ങൾക്കും കാരണമാകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് PCOD. ഇതൊക്കെ ഒബേസിറ്റി റിലേറ്റഡ് ആയിട്ട് ഉണ്ടാവാറുണ്ട്. ഡോക്ടർ, അമിതഭാരം നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയും? അമിതഭാരത്തിനെ പറ്റി ആദ്യം നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുക. ഇതിങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, ഇങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടാവും, ശരീരത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോണത് എന്ന് നമ്മൾ ഫസ്റ്റ് വേണ്ടത് എഡ്യൂക്കേഷനാണ്. ഞങ്ങളുടെ ക്ലിനിക്കിൽ ഒരു ഡോക്ടർ, ആയുർവേദ ഡോക്ടർ എന്ന് പറയുമ്പോൾ എപ്പോഴും ഞങ്ങളുടെ ക്ലിനിക്ക് എപ്പോഴും ഒരു പഠിപ്പിക്കുന്ന ഒരു ക്ലിനിക്കായിരിക്കും. എന്ന് വെച്ചാൽ ഓൾവേസ് ഞാൻ പറഞ്ഞല്ലോ, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ രോഗം വരാതിരിക്കാൻ. അപ്പം അതിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തൊക്കെയാണ് ഈ ഒരു ഒബേസിറ്റിയിലേക്ക്? നേരത്തെ പറഞ്ഞല്ലോ, ആഹാരാത്മകം, വിഹാരാത്മകം, അത്ര കാരണങ്ങളെ ആദ്യം കട്ട് ചെയ്യുക. അപ്പം നല്ലൊരു ജീവിതശൈലിയിലേക്ക് കുട്ടിയെ അല്ലെങ്കിൽ മുതിർന്നവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കുക. അപ്പം നമ്മൾ ഒരു സെൻട്രൽ ഒബേസിറ്റി എന്ന് പറഞ്ഞാൽ വയറിന് ചുറ്റും, ആൻഡ്രോയിഡ് ഒബേസിറ്റി, അത് പെട്ടെന്ന് മൊത്തമായിട്ടുള്ളൊരു ഒബേസിറ്റി ആവണമെന്നില്ല, എന്നാലും വയറ് പെട്ടെന്ന് ചാടി അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് ഇദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റൈൽ തകരാറാണ് എന്നുള്ളൊരു അസ്യൂം ചെയ്യാറുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് ചോദിക്കും, കൊളസ്ട്രോൾ നോക്കിയിട്ടുണ്ടോ? നോക്കിയിട്ടുണ്ട്. ആ രീതിയിലുള്ള റിപ്ലൈ തന്നെയാണ് കിട്ടുക. നോട്ട് ഒബേസിറ്റി പേഷ്യൻസിനെ മാത്രമല്ല, ഇങ്ങനെ സെൻട്രൽ ഒബേസിറ്റി കൂടി വരുന്ന ആൾക്കാരിലും നമ്മൾ ഈ ഒരു പ്രോട്ടോക്കോൾ ചെയ്യാറുണ്ട്. ആദ്യം ആഹാരാത്മകമായിട്ട്, വിഹാരാത്മകമായിട്ട്. അപ്പം നമ്മൾ ആദ്യം തന്നെ പ്രിസ്ക്രൈബ് ചെയ്യാം വ്യായാമവും ഡയറ്റും. വ്യായാമത്തിൻ്റെ ഭാഗമായിട്ട് ഒരു 30% വരെ നമുക്ക് കുറക്കാൻ പറ്റും. ഡയറ്റിൽ 70%. സോ മേജർ ഡയറ്റാണ്. ഉള്ളിലേക്ക് പോണതിനെ കട്ട് ചെയ്യണം. അത് ശരിക്കും ഒരു ബാലൻസ്ഡ് ഡയറ്റായിരിക്കണം. ബാലൻസ്ഡ് എന്ന് പറയുമ്പം നമ്മുടെ മലയാളികൾ, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻസിന് ഏറ്റവും കൂടുതൽ കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്ന ആൾക്കാരെന്നാണ് പറയുക, അന്നജം. നമ്മളെ മെയിൻ ഭക്ഷണം ചോറാണ്, വൈറ്റ് റൈസ്, വെറും കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ വളരെ കുറവാണ്. അപ്പോൾ ആ ഒരു ഭക്ഷണശീലം എന്ന് പറയുമ്പോൾ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ട്, വെള്ളപ്പം, പിന്നെ ഉച്ചയ്ക്ക് ചോറ്, രാത്രിയും ചോറ്. പക്ഷെ ഇത്രത്തോളം കാർബോഹൈഡ്രേറ്റിനെയും അന്നജത്തിനെയും ഉപയോഗപ്പെടുത്താനുള്ള വ്യായാമം നമ്മളൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ കാർബോഹൈഡ്രേറ്റ് ഇൻടേക്കിനെ ഒന്ന് കുറയ്ക്കുക. പിന്നെ പ്രോട്ടീൻ, നമ്മുടെ മസിൽ മാസ് ബിൽഡ് ചെയ്യാനും നമ്മുടെ പ്രതിരോധ ശക്തി ഉണ്ടാക്കാനും നല്ല പ്രോട്ടീൻസ് വേണം. ഇപ്പോൾ നോൺ വെജിറ്റേറിയൻസ് ആണെങ്കിൽ പ്രോട്ടീൻസ് കിട്ടാൻ മുട്ട ഉണ്ട്, ഇറച്ചി, മാംസങ്ങൾ, ഫിഷ് ഒക്കെ യൂസ് ചെയ്യാം. അത് പൊരിച്ചതും വറുത്തതും അല്ല, കറി വെച്ചിട്ട് കഴിക്കാനാണ് പറയാം. പിന്നെ വെജിറ്റേറിയൻസ് ആണെങ്കിൽ അവർക്ക് സോയാബീൻ, അതേപോലെ പനീർ, ടോഫു, അങ്ങനത്തെ സംഗതികളൊക്കെ, പിന്നെ പൾസസ്, പിന്നെ നട്ട്സ്, ഇതൊക്കെ പ്രോട്ടീൻ റിച്ച് ആണ്. അത് യൂസ് ചെയ്യാം, അത് ഭക്ഷണത്തിന് ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ നാരുകളടങ്ങിയ ഭക്ഷണം, നമ്മുടെ കുടലിൻ്റെ പ്രവർത്തനത്തിന് സഹായിക്കുന്ന നാരുകളടങ്ങിയ ഭക്ഷണം കഴിക്കുക. അങ്ങനെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് ആദ്യം ചൂസ് ചെയ്യുക. വേണമെങ്കിൽ ഒരു ഡയറ്റീഷ്യൻ്റെ അടുത്ത് പോയിട്ട് ഒരു ഡയറ്റ് പ്ലാൻ ഉണ്ടാക്കി തരാൻ പറയാം. പിന്നെ വ്യായാമം എന്ന് പറയുമ്പോൾ അത് കാർഡിയോ ആയിട്ടുള്ള വ്യായാമം വേണം, മസിൽ സ്ട്രെങ്തനിങ് വേണം, മസിൽ സ്ട്രെച്ചിങ് ആയിട്ടുള്ളത് വേണം. അതും എത്രയും പെട്ടെന്ന് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ യോഗ പോലുള്ള മസിൽ സ്ട്രെങ്തനിങ്ങും ഫ്ലെക്സിബിലിറ്റി കൂടുന്ന വിധത്തിലുള്ള വ്യായാമങ്ങൾ ചെയ്യാം. സ്ട്രെസ്സ് ഒബേസിറ്റി ഒരു വലിയ ഫാക്ടറാണ്. നമ്മുടെ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ട് സ്ട്രെസ് ഈറ്റിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം തന്നെയുണ്ട്. ഹോർമോൺസിൻ്റെ ഭാഗമായിട്ട് ടെൻഷൻ കൂടുമ്പോൾ എനിക്ക് ഭക്ഷണം കഴിച്ചാൽ ആ ടെൻഷൻ കുറയുമെന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട്. അത് ശരിയാണോ? ശരിയാണ്. സ്ട്രെസ് ഈറ്റിംഗ് ഒരു ഫാക്ടറാണ്. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് കണ്ടീഷൻ. അപ്പോൾ അതിന് നമ്മൾ ഇതിനൊക്കെ വേണ്ടത് ഒരു മെഡിറ്റേഷൻ, കൗൺസിലിംഗ്, യോഗ, അതൊക്കെ കൊണ്ട് ആ ഒരു ടെൻഷൻ കുറക്കാൻ പറ്റും. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ PCOD പോലുള്ള കണ്ടീഷനിൽ അത് ആ ഒരു ഹോർമോൺ ഇംബാലൻസ് കൊണ്ട് തന്നെ വെയിറ്റ് കൂടാം. അപ്പോൾ ആ ഹോർമോൺ ഇംബാലൻസിന് ഉണ്ടാവാൻ സ്ട്രെസ് ഒരു കാരണമാണ്. പ്രത്യേകിച്ച് ഒരു നമ്മൾ +1 +2 ഒരു എൻട്രൻസ് ഒക്കെ കഴിഞ്ഞ് വരുന്ന അധികം കുട്ടികൾക്കും PCOD കണ്ടുവരുന്നത്. അപ്പോൾ ആ ഒരു കണ്ടീഷൻ, ആ സ്ട്രെസ് റിലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് മെഡിറ്റേഷൻ, യോഗ പോലുള്ളത് ചെയ്യാം. പിന്നെ ആയുർവേദത്തിൽ നമ്മൾ പറയണത് ശോധന ചികിത്സ എന്ന് പറഞ്ഞൊരിതുണ്ട്. കംപ്ലീറ്റ്ലി നമ്മുടെ ബോഡീനെ ഡീടോക്സിഫൈ ചെയ്ത്, പ്യൂരിഫൈ ചെയ്ത്, കംപ്ലീറ്റ്ലി ഒരു ഉള്ളിലുള്ള ടോക്സിനെയും മെറ്റബോളിക് വേസ്റ്റിനെയും ഒക്കെ കളയുന്ന ശോധന ചികിത്സ. അത് ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ഒരു ഡോക്ടറുടെ അടുത്ത് തന്നെ, ഞാൻ പറഞ്ഞല്ലോ പണ്ടൊക്കെ അത് OP IP ഇൻപേഷ്യൻ്റ് ആയിട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ OP ലെവലിൽ തന്നെ നമുക്ക് വന്ന് ചെയ്ത് വീട്ടിലേക്ക് പോവാം. ആ രീതിയിൽ OP ലെവലിൽ തന്നെ ഈ ഒരു പഞ്ചകർമ്മ ശോധന ചികിത്സയൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു വെയിറ്റ് കുറയുന്നു മാത്രമല്ല, ആ വെയിറ്റ് സസ്റ്റെയിൻഡ് ആയിരിക്കും.
പെട്ടെന്ന് കൂടില്ല, തിരിച്ചു വരില്ല. പിന്നെ ഈ ഒബേസിറ്റിക്ക് നമ്മൾ ഗട്ട് മൈക്രോബയോം വലിയൊരു ഫാക്ടറാണ്. അവിടെയും അവർ വർക്ക് ചെയ്തിട്ടും കൂടി ആ മെറ്റബോളിസത്തിൻ്റെ അറിവൊക്കെ കൊണ്ടും ഒബേസിറ്റി ഉണ്ടാവും. നമ്മൾ ആയുർവേദത്തിൽ എപ്പോഴും ആദ്യം ചികിത്സിക്കുക അഗ്നിയെയാണ്. വിശപ്പുണ്ടോയെന്നാണ് ചോദിക്കുക. ആ ഒരു കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ മെറ്റബോളിസവും ആ ഒരു ഒബേസിറ്റിയുടെ റൂട്ട് കോസൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. ഇപ്പം കൂടുതൽ കേൾക്കുന്നതാണ് കീറ്റോ ഡയറ്റ്, ഇടയ്ക്കിടയ്ക്ക് ഉപവാസം അനുഷ്ഠിക്കുക, പട്ടിണി കിടന്നിട്ട് ഡയറ്റ് ചെയ്യുന്ന ആളുകൾ അപ്പം നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഇത് ശരിയാണോ ഇങ്ങനെയുള്ള ഒരു ഡയറ്റ്? കീറ്റോ ഡയറ്റ്, ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒക്കെ വളരെ കോമൺ ആണ്. പക്ഷെ ഇതൊക്കെ ചെയ്യുമ്പോഴും കീറ്റോ ഡയറ്റ് എന്ന് പറയുമ്പോൾ ഫാറ്റ് കൂടുതലായിട്ടുള്ള പ്രോട്ടീൻ ഡയറ്റാണ്. അത് നമ്മുടെ ഫാറ്റ് യൂസ് ചെയ്തിട്ട് ബോഡീനെ നിലനിർത്താൻ സഹായിക്കുന്ന. പക്ഷേ ഇതിൻ്റെ ഒക്കെ ഒരു സ്റ്റഡീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കിഡ്നി പേഷ്യൻറ്റോ അങ്ങനത്തെ എന്തെങ്കിലും ഡയബറ്റിക് പേഷ്യൻ്റോ ഒക്കെ ആണെങ്കിൽ ഇത് പ്രതീക്ഷിച്ചതിനേക്കാൾ വിപരീത എഫക്റ്റ് അതിനുണ്ടായിരിക്കുക. ഇപ്പോഴും ഇങ്ങനത്തെ എന്ത് ഡയറ്റ് ചെയ്യുമ്പോഴും ഒരു രജിസ്റ്റേർഡ് ഡോക്ടറെയോ ഒരു ഫിസിഷ്യനെയോ ഒരു ഡയറ്റീഷ്യനെയോ കണ്ട ശേഷം മാത്രം ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് അതും ഇതേപോലെയുള്ള ഒരു ഡയബറ്റിക് പേഷ്യൻറ്റിനോ കിഡ്നി പേഷ്യൻസിനോ ഒക്കെ ചെയ്യുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഒരിക്കലും ഒരു യൂട്യൂബോ വാട്സപ്പോ നോക്കി കഴിയുന്നതും ഒരു ഡയറ്റ് ഫോളോ ചെയ്യാതിരിക്കുക. ഒരു ഡോക്ടറുടെ സമീപത്തു നിന്ന് മാത്രം ചെയ്യുന്നതാണ് നല്ലത്. എനിക്കെപ്പോഴും ഒരു സംശയം വരുന്നതാണ്, നമ്മൾ രാവിലത്തെ ഭക്ഷണം സ്കിപ്പ് ചെയ്തിട്ട് അങ്ങനെ പട്ടിണി കിടന്നിട്ടുള്ള ആ ഒരു ഡയറ്റ് നമ്മുടെ ശരീരത്തെ ഏതൊക്കെ രീതിയിൽ പ്രതികൂലമായിട്ട് അത് ബാധിക്കുന്നത്? അത് എന്ന് പറയുമ്പോൾ നമ്മൾ ആരോഗ്യത്തിൽ സമയത്തിന് ഭക്ഷണത്തിന് വളരെ പ്രാധാന്യം. രാവിലെ കഴിക്കുക, ഉച്ചക്ക് കഴിക്കുക, രാത്രി കഴിക്കുക. അതിൻ്റെ ഇടക്ക് നമ്മൾ ഇപ്പോൾ ഈ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിലേക്ക് ലോങ് ടൈം ഗ്യാപ്പ് വരുന്നുണ്ട്. അത് ഗ്യാസ്ട്രിക് ഇഷ്യൂ ഉള്ള ആൾക്കാർക്ക്, ജഗേർഡ് പോലുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് അത് വളരെയധികം പ്രതികൂലമായി ബാധിക്കാറുണ്ട്. അപ്പം അത് പിന്നെ ഗ്യാസ്ട്രിക് ഇഷ്യൂ ഉണ്ടാക്കി വയറൊലിച്ചിട്ട് ഗ്യാസ്ട്രൈറ്റിസ്, പുണ്ണ്, ഇങ്ങനത്തെ സംഭവങ്ങളിലേക്കും നീങ്ങുന്നത് കാണാറുണ്ട്. അപ്പോൾ എപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു കണ്ടീഷൻ, അക്കോർഡിംഗ് ടു എവ്രിവൺസ് കണ്ടീഷൻ ഓൺലി ഇങ്ങനത്തെ ഡയറ്റ് ഫോളോ ചെയ്യാൻ പാടുള്ളൂ. ഒരു ഫിസിഷ്യനെ കണ്ടിട്ട് മാത്രം ഇത് ചെയ്യുക. പിന്നെ ഇന്ന് യൂട്യൂബിൻ്റെ നമ്മൾ സൂചിപ്പിച്ചു ഡയറ്റിൻ്റെ കാര്യങ്ങൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ വരുന്ന മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ തടി കുറയും. പല പ്രൊഡക്റ്റുകളും ഇപ്പോൾ അവൈലബിൾ ആണ്. മരുന്ന്, ടാബ്ലറ്റും, പൗഡർ, അങ്ങനെ ഒരുപാട് കാര്യം അവൈലബിൾ ആണ്. പല MNC കമ്പനികളും ഇതിൻ്റെ പേരിൽ അങ്ങനത്തെ പല ആൾക്കാരും നമ്മളടുത്ത് ഇത് കഴിച്ചിട്ട് വരാറുണ്ട്. ചില ആൾക്കാരൊക്കെ വന്ന് ചോദിക്കും, ഡോക്ടർ എനിക്ക് ഇവിടെ മാത്രം ഒന്ന് കുറച്ച് തരുമോ, വയറ് മാത്രം കുറച്ച് തരുമോ, ഇല്ലെങ്കിൽ എനിക്ക് തടി കുറയാൻ എന്തെങ്കിലും മരുന്ന് തരുമോ? നമ്മളൊരിക്കലും തടി കുറക്കാനായിട്ടൊരു മരുന്നും ഇല്ലയെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞത് തടി കുറക്കാനല്ല, ആ ഒരു മെറ്റബോളിസം കറക്റ്റ് ചെയ്ത് നമ്മുടെ ഒരു ഓമർ ഫാറ്റൊക്കെ ദഹിക്കാനുള്ളതല്ലാതെ തടി അങ്ങനെ കുറക്കാനുള്ള ജനറലായിട്ടുള്ള മരുന്നുകളൊന്നും ഇല്ല. ഇന്ത്യക്ക് തന്നെ കൊടുക്കുന്നത് ഇപ്പം തൈറോയ്ഡ് റിലേറ്റഡ് ആയിട്ടുള്ളതാണെങ്കിൽ അത് തൈറോയിഡിൻ്റെ മരുന്നായിരിക്കും. ഇപ്പോൾ PCOD പോലത്തെ ഹോർമോൺ ഇഷ്യൂ ആണെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള മരുന്നുകളായിരിക്കും. അല്ലാതെ തടി എന്നുള്ളത് കുറക്കാനുള്ള മരുന്നുകളൊന്നും അവൈലബിൾ അല്ല. പല MNCകളും ഇങ്ങനത്തെ പ്രൊഡക്ട്സുമായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ടുള്ള വ്യാപത്തുകളും വളരെയധികം കണ്ടുവരുന്നുണ്ട്. ആളുകൾക്ക് അറിയില്ല. അത് എത്രയോ ആൾക്കാർ ഇതിന് അവരുടെ ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആ ഒരു ഇതാണ്. ഞാൻ എത്ര വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര വിറ്റ് കഴിഞ്ഞാൽ ആ രീതിയിലാണ് പോകുന്നത്. പക്ഷെ അത് അവനവൻ്റെ കയ്യിൽ പൈസ കിട്ടും, പക്ഷെ മറ്റുള്ളവരുടെ ആരോഗ്യം കളഞ്ഞിട്ടാണ് ഈ പൈസ കിട്ടുന്നതെന്നുള്ള ആൾക്കാർ ചിന്തിക്കുന്നില്ല എന്നുള്ളൊരു വിഷമം തന്നെയാണ്. ഇത്തരം പൊടികൾ കഴിക്കുമ്പോൾ ഒരു 20 kg ഒരു 1 ലിറ്റർ വെള്ളം കുടിക്കണം ഒരു ദിവസം. അപ്പോൾ ഒരു 100 കിലോ വെയിറ്റുള്ള ആൾ ഒരു ദിവസം എത്ര വെള്ളം കുടിക്കണം? 5 ലിറ്റർ വെള്ളം രാവിലെ ഇന്നേരം വരെ കുടിക്കാൻ. അത് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് വേറെ പ്രശ്നങ്ങളുണ്ടാകും. സോ അങ്ങനത്തെ ചൂടൊന്നും തടി കുറക്കാൻ ആരും പോകണ്ട. ഹെൽത്തി വേ ലൈക്ക് വ്യായാമം, ഡയറ്റ്, പിന്നെ ആയുർവേദ ശോധന ചികിത്സ എന്ന് വെച്ചാൽ ബോഡീനെ പ്യൂരിഫൈ ചെയ്യുന്നത്. പിന്നെ ആയുർവേദത്തിൽ വേറെയും ഉദ്വർത്തനം പോലുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട്. നമ്മുടെ ഫാറ്റിൻ്റെ ജനറലൈസ്ഡ് വെയിറ്റ് കുറക്കണം, ധാന്യാമ്ല ധാര, ധാന്യാമ്ല കിഴി, ഇതൊക്കെ ഒരു ഡോക്ടറെ കീഴിൽ ചെയ്യുകയാണെങ്കിൽ ശരീരഭാരം നിയന്ത്രിക്കാൻ പറ്റും. ഇപ്പം നേരത്തെ ആരോ ഡോക്ടറുടെ അടുത്ത് വന്നു ഇങ്ങനെ ഒരു ഭാഗം മാത്രമായിട്ട്, അങ്ങനെ അത് ഒരിക്കലും സാധ്യമല്ലല്ലോ. അങ്ങനെ ഒരിക്കലും സാധ്യമല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു സെൻട്രൽ ഒബേസിറ്റി, വയറ് ആ ഭാഗത്ത് ഉണ്ടാകുന്നതിനുള്ള മെയിൻ കാരണം നമ്മളെ ഫാറ്റ് ഡെപ്പോസിഷൻ ആദ്യം വരിക ലിവറിനൊരു ചുറ്റുഭാഗത്തുണ്ട്. ഇപ്പം നമ്മൾ എല്ലാവരുടെയും കാണുന്ന ഒരു സിറ്റുവേഷനാണ് ഫാറ്റി ലിവർ.
ഫാറ്റി ലിവർ ഗ്രേഡ് 1 ഗ്രേഡ് 2 ഈവൻ 21 ആയ കുട്ടികൾ പോലും എനിക്ക് ഫാറ്റി ലിവർ ആണെന്ന് പറഞ്ഞുള്ള റിപ്പോർട്ടുമായിട്ട് വരുന്നുണ്ട്. പക്ഷെ അവരുടെ ആ ഒരു ലൈഫ് സ്റ്റൈലും ബോഡി സ്ട്രക്ചറും കാണുമ്പോൾ തന്നെ വി ക്യാൻ അസ്യൂം അതുണ്ട് എന്നുള്ളത്. പക്ഷേ ആ ഫാറ്റി ലിവർ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പണി തരാറുണ്ട്. ഒരു 40-50 ഒക്കെ ആകുമ്പോൾ അതൊരു ലിവർ പ്രോബ്ലമായിട്ട് മാറാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഫാറ്റി ലിവറിൻ്റെ ഒരു സിംറ്റം ഉണ്ട് എന്ന് കാണുമ്പോൾ തന്നെ നമ്മളതൊന്നും കൺട്രോൾ ചെയ്തിട്ടില്ല, ഇല്ലെങ്കിൽ വലിയ പ്രശ്നം. അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആയുർവേദ മരുന്നുകളുണ്ട്, ട്രീറ്റ്മെൻ്റ് ഉണ്ട്, ഒക്കെ ഉണ്ട്, അവൈലബിൾ ആണ്. അതും ഒരു ഡോക്ടറെ കണ്ട് ചെയ്യുകയാണെങ്കിൽ അത് തുടക്കത്തിൽ തന്നെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. ലിവർ ഫങ്ഷൻ കൂട്ടാനും ലിവറിൻ്റെ മെറ്റബോളിസം കറക്റ്റ് ചെയ്യാനുള്ള ധാരാളം ആയുർവേദ നല്ല കോമ്പിനേഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ് ഈ അമിതഭാരം അതുപോലെ പൊണ്ണത്തടി ഇതൊക്കെ കുറയ്ക്കാൻ ആയുർവേദത്തിന് എന്തൊക്കെയാണ് ആയുർവേദ ചികിത്സകൾ എന്തൊക്കെയാണ്? ഞാൻ പറഞ്ഞല്ലോ, ആയുർവേദത്തിന് ശോധന ചികിത്സ എന്ന് പറയും. നമ്മുടെ ബോഡീനെ ഡീടോക്സിഫൈ ചെയ്ത് നമ്മുടെ ഒരു ഗഡ് മൈക്രോബിനെ കറക്റ്റ് ചെയ്ത് ഒരു മെറ്റബോളിസം കറക്റ്റ് ചെയ്ത് നമ്മുടെ മെറ്റബോളിക് വേസ്റ്റ് പുറത്ത് കളയാണ് ആ ഒരു ടൈപ്പ് ഓഫ് പ്രൊസീജിയർ പറയുന്നത്. അതിനകത്ത് ആദ്യം ഒരു സ്നേഹപാനം, ഒരു രൂക്ഷണം, ഇറ്റ്സ് എ പ്രൊസീജിയർ, ഒരു 2 വീക്സ് എടുക്കുന്ന പ്രൊസീജിയറാണ്. ആദ്യം സ്നേഹപാനം, ബോഡിയിലെ ഒരു സ്നേഹം, ഗീ, മെഡിക്കേറ്റഡ് ഗീ മാത്രം കഴിക്കുന്ന ഒരു പ്രൊസീജിയർ. അത് കഴിഞ്ഞിട്ട് മെഡിക്കേറ്റഡ് പെർഗേഷൻ, ഇത് വയറിളക്കുക, പിന്നെ വോമിറ്റ് ചെയ്യുക, അത് ഒക്കെ മരുന്ന് കൊടുത്തിട്ട് ജസ്റ്റ് ലൈക്ക് നമ്മുടെ ഒരു ടോക്സിനെ കളയുന്നത് പോലെ. അതേപോലെ മെഡിക്കേറ്റഡ് എനിമ, ഇതൊക്കെ വസ്തി എന്നൊക്കെ പറയും. അത് ലേഖന വസ്തി, ഇങ്ങനത്തതൊക്കെ നമ്മുടെ ആ ഗഡ് മൈക്രോബയോനൊക്കെ കറക്റ്റ് ചെയ്ത് മെറ്റബോളിസത്തിനെ കറക്റ്റ് ചെയ്യുന്ന സംഭവങ്ങളാണ്. ഇതൊക്കെ കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ല, സസ്റ്റെയിൻ ആയിരിക്കും. പെട്ടെന്ന് തന്നെ തിരിച്ച് വെയിറ്റ് ഇങ്ങോട്ടേക്ക് വരില്ല. പലരും പല ഡയറ്റും പല ട്രീറ്റ്മെൻറ്റും എടുത്തു കഴിഞ്ഞാൽ തന്നെ വെയിറ്റ് അതേപോലെ തിരിച്ചു വരും. ഇതൊരു റൂട്ടീനായിട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്ക് ആ ഭക്ഷണത്തോടുള്ള അമിതമായിട്ടുള്ളൊരു ആസക്തിയൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും. നമ്മുടെ ബോഡിക്ക് ഇത്ര മതി, ചോറ് കഴിക്കുമ്പോൾ തന്നെ ഈ ചോറ് മതി എനിക്ക്, ആ ഒരു ബോധം നമ്മുടെ മൈൻഡിന് വരുന്ന കഴിയും ഇത്തരത്തിലുള്ളൊരു ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോൾ. അത് പെട്ടെന്ന് ഒരു ഡയറ്റ് എടുക്കുന്ന സമയത്ത് 1-2 ദിവസം ഡയറ്റ് ചെയ്യാൻ പറ്റും. അതെ, അത് അതെ, നമ്മൾ പെട്ടെന്ന് നമ്മളെ ബോഡീനെ സ്ഥിരമായി ഇത്രയധികം ഫുഡൊക്കെ കഴിച്ച് ജങ്ക് ഫുഡൊക്കെ കഴിച്ച് യൂസ്ഡായ ബോഡി ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. ബിക്കോസ് നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ പറഞ്ഞു വെക്കുകയാണ്. സെറോട്ടോണിൻ എന്ന് പറഞ്ഞ ഹോർമോൺ പറയും നിനക്ക് സന്തോഷം ഉണ്ടാക്കുന്നത് നീക്ക് ആ മധുരം കഴിക്കുമ്പോഴാണ്, അപ്പോൾ നീ മധുരം കഴിക്കും. അതിനെ ഇങ്ങനെ നമ്മളെ മൈൻഡും ഇതിങ്ങനെ പ്രിപ്പയർഡ് ആയിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് കട്ട് ചെയ്തൊരു ഡയറ്റിലേക്ക് പോകുമ്പോൾ മൈൻഡ് സമ്മതിക്കുന്നുണ്ടാവില്ല. ആദ്യം നമ്മൾ മൈൻഡിനെ പ്രിപ്പയർഡ് ആക്കണം. അതിനെന്തൊക്കെയാണ് മൈൻഡിന് നമ്മൾ നമുക്കിപ്പം അമിതഭാരം കുറയ്ക്കണം അല്ലെങ്കിൽ പൊണ്ണത്തടി കുറയ്ക്കണം, അതിന് ആ വ്യക്തി പാലിക്കേണ്ട കാര്യങ്ങൾ? വ്യക്തി ആദ്യം അതിൻ്റെ ഞാൻ എൻ്റെ പേഷ്യൻസിൻ്റെ അടുത്ത് ഞാൻ എന്താ ചെയ്യുന്നത്, അത് പേടിപ്പിക്കൽ തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഒരു 23 ഇയറായ ഒരു പെൺകുട്ടി വന്നു, വെയിറ്റ് ഉണ്ട്, 80 kg ഉണ്ട്, നല്ല വെയിറ്റ്. അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. മോളെ, ഈ ഒരു പ്രായത്തിൽ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്ര പ്രായമാകുമ്പോഴേക്ക് റീനൽ ട്രാൻസ്പ്ലാന്റ്, കിഡ്നി മാറ്റി വെക്കേണ്ടി വരും. നിനക്ക് ഫാമിലിയിൽ ആരെങ്കിലും കിഡ്നി തരാൻ തയ്യാറായിട്ടുണ്ടോ? ഇല്ല, എല്ലാവർക്കും ഡയബറ്റീസാണ്. അപ്പോൾ ഡോണറിനെ കിട്ടണമെങ്കിൽ 10 രൂപ ലക്ഷം. അപ്പോൾ പേടിപ്പിക്കലാണ് ഒരു മാർഗ്ഗമുള്ളൂ ഫസ്റ്റ്. ഇപ്പം ഇന്നത്തെ കാലത്ത് കുട്ടികളെ പേടിപ്പിച്ചേ മാർഗ്ഗമുള്ളൂ. എന്നുവെച്ചാൽ അവർക്കറിയാം ഇതിൻ്റെ ഭവിഷ്യത്തൊക്കെ അവർക്ക് അറിയാം, സീരിയസ്നെസ് ഇല്ല. അപ്പോൾ കുറച്ച് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ പേടിപ്പിക്കുന്നത് തന്നെയാണ്. പക്ഷേ ചില ആൾക്കാർക്കൊക്കെ പോകുന്നുണ്ട് കേട്ടോ, എൻ്റെ ബോഡി ഇങ്ങനെ ആയാലും ശരിയാവില്ല. അപ്പോൾ ആദ്യം തന്നെ സ്വയമായിട്ടൊരു തീരുമാനം എടുക്കണം. ഞാൻ ഇത്ര സമയം കൊണ്ട് ഇത്ര വെയിറ്റ് എടുത്ത് ഞാൻ ഫിറ്റ് ആവാൻ പോവുകയാണ്, എൻ്റെ ബോഡിയാണ് എനിക്ക് ഏറ്റവും വലുത്. നമ്മുടെ ശരീരമാദ്യം ഖലു ധർമ്മസാധനം പറയും. ശരീരമുണ്ടെങ്കിലേ എന്ത് ഫങ്ഷനും ധർമ്മങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ്. അപ്പോൾ ആ ശരീരം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം, വേറെ ആരും വിചാരിച്ചിട്ടും കാര്യമില്ല. എൻ്റെ ശരീരം എൻ്റേതാണ്, ഞാൻ തന്നെ നോക്കിയാലാണ് ശരിയാവുന്നുള്ള കാര്യം എടുക്കണം. ഒരു റെസൊല്യൂഷൻ ന്യൂ ഇയറിന് മാത്രമല്ല, എല്ലാ ദിവസവും എടുക്കണം.